നമസ്കാരം. പ്രകൃതി ഈശ്വരനാണ് എന്ന് പറയുന്നതിന് ഉദാത്തമായ ഉദാഹരണമാണ് നാം ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ കൊടും വേനലിൽ ഇതായി കാണുന്ന വലിയൊരു മലയാണ്. ഞങ്ങൾ താഴെ ഏതാണ്ട് ഇവിടുന്ന് ഏതാണ്ട് 300 അടി താഴ്ചയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മൾ തൊഴിലാളികൾ ഏതാണ്ട് 1.5 അതായത് എന്താ പറയുന്നത്, ഇത്രയും വലിയ വേനലിലും ഈ ഒരു കുളത്തിൽ നിന്നാണ്, കാണുമ്പോൾ ഇച്ചിരി കളർ വ്യത്യാസം ഉണ്ടെങ്കിലും കണ്ണുനീര് പോലത്തെ വെള്ളമാണ്, അഴുക്ക് ഒന്നും അല്ലത്. ഇവിടുത്തെ ആ ഒരു പ്രകൃതിദത്തമായൊരു കളറാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കുടിവെള്ളം ഞങ്ങൾക്ക് താഴേക്ക് താഴെ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഏറ്റവും മുകളിലാണ് ഞങ്ങൾ ഇതിൻ്റെ അടിവാരത്ത് പോകണം. സത്യത്തിൽ ഞങ്ങൾ ഇപ്പം ഒന്ന് ബ്ലോക്കായി. ഇതൊന്ന് വെള്ളം പൈപ്പിൽ കൂടി വരുന്നതൊന്ന് ബ്ലോക്കായി കഴിഞ്ഞപ്പം ഞങ്ങളൊന്ന് മാറ്റാനും വേണ്ടി വന്നായിരുന്നു. എൻ്റെ ബ്ലോക്ക് മാറ്റാൻ വന്ന സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഈ വേനൽക്കാലത്ത് ഇപ്പം ഞങ്ങൾ പറയുമായിരുന്നു, ഈ പ്രകൃതി ഈശ്വരനാണ് എന്ന് പറയുന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ്. ഇത്രയും കൊടും വേനലിലും ഞങ്ങൾ താഴെ തൊഴിലാളികൾക്കെല്ലാം ഈ ഒരു പ്രതിഭാസം, ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്നും, അതായത് ഇത്രയും ഇത് മുകളാണ്, വലിയൊരു മലയുടെ മണ്ടയ്ക്കാണ്, തൊട്ടുമുകളിൽ വനമാണ്. അവിടെ നിന്നാണ്, ഇത്രയും പൊക്കത്തിൽ ഇത്ര ഉയരത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കുടിവെള്ളം താഴെ ഇവിടെ നിന്നും എത്തുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾക്ക് ഇത്തവണ ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചത് ഈ ഒരു മലയാണ്. അതൊരു കണ്ടപ്പോൾ നമുക്കൊരു വലിയ അതിശയമാണ്. ഇതിൽ ഇങ്ങനെ താഴെ പോകണം. ഞങ്ങൾ ഏറ്റവും അടിയിലാണ്. അപ്പുറത്തെ കാണുന്ന വലിയ വലിയ മലകളാണ്. ഇതാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, പ്രകൃതി ഈശ്വരനും തമ്മിലുള്ള ബന്ധം. കുടിവെള്ളം ഇല്ലെങ്കിൽ തീർന്നില്ലേ കാര്യങ്ങൾ. ഇവിടുന്ന് ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ താഴേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോവുകയാണ്. താഴേക്ക് കുത്തിറക്കമാണ്. ഇതൊക്കെയാണ് പ്രകൃതിയുടെ അത്ഭുതങ്ങൾ. ഞങ്ങൾ 100 കണക്കിന് ആൾക്കാർ ശുദ്ധമായ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധീകരിച്ച നല്ല തനി സ്ഫടികം പോലത്തെ വെള്ളം. ദൈവം എത്ര വലിയവനാണെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. ഞങ്ങൾക്ക് ഈ അതിശയം പറഞ്ഞ് ഈ ഒരു വേനൽക്കാലത്ത്, ഇത്രയും കൊടും വേനലിൽ ഞങ്ങൾക്ക് ഇത്രയും മലയുടെ മുകളിൽ നിന്നാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. അതാണ് ഞങ്ങൾക്ക് അതിശയം. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം, പ്രകൃതിയെ നമ്മൾ മാറോട് ചേർക്കണം. പ്രകൃതി ഈശ്വരനാണ് എന്ന് പറയുന്നത് തെളിവാണിത്. നമസ്കാരം. വെള്ളം ബ്ലോക്കായി നന്നാക്കാൻ വന്നിട്ടേ പോകുന്ന കാഴ്ച കാണുന്നത് ഇതുണ്ടോ, അതീവ ദുർഘടമായ വരിതുണ്ടോ. ഇതിങ്ങനെ അതുപോലെ ഇറക്കുക. പ്രകൃതിയുടെ ഒരേ വികൃതികൾ. ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ നടക്കുന്നതൊക്കെ ഞങ്ങളുടെ മുമ്പ് തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ മുമ്പിൽ പോകുന്നവർക്ക് നല്ല പ്രാക്ടീസാണ്. ഞാൻ ഏത് നിമിഷവും വീഴുന്ന തരത്തിലുള്ള നടപ്പ. അയ്യപ്പ ഇറങ്ങി വന്നത് ദുഷ്കൃതം. അയ്യോ, നീ മുകളോട്ട് നോക്കി കഴിയുമ്പം ഇതുണ്ടോ, കാട്ടിൽ കൂടി ഇങ്ങനെ പോകണം. കുടിവെള്ളം തേടിയുള്ള യാത്രയാണ്. അതുണ്ടോ, എനിക്കൊപ്പം വന്നൊരു മുന്നിലെത്തി.